ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടല വരട്ടിയതാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഊണിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നല്ലൊരു സൈഡ് ഡിഷാണ് ഈ കടല വരട്ടിയത്. അതുപോലെ തന്നെ നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാനും വളരെ രുചിയുള്ള ഈ കടല വരട്ടിയത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഇത് 200 ഗ്രാം അളവിലുണ്ട്. കടല തലേന്ന് രാത്രി തന്നെ നല്ലതുപോലെ കഴുകി വെള്ളം ഒഴിച്ച് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കുതിർത്തിയെടുത്ത കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. ഇനി കടല വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടല വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ആണ് കടല വേവിച്ചെടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന കുക്കർ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് കടല റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. വറ്റൽമുളക് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇനി നാളികേരക്കൊത്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. ഈ നാളികേരക്കൊത്ത് ഇനി ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പൊ നാളികേരക്കൊത്തിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ ചെറിയ 2 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ സവാളയാണെങ്കിൽ 1 മതിയാകും കേട്ടോ. സവാള ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള എളുപ്പത്തിൽ വഴറ്റി കിട്ടുവാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കാം. സവാള വഴറ്റി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് വാടി കിട്ടണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നും ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം നമുക്ക് പൊടികളുടെ പച്ച മണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കണം. കടല ചേർത്ത് കൊടുക്കുമ്പോൾ ആ വേവിച്ച വെള്ളത്തോടെ തന്നെ വേണം കടല ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കടലയും ഈ മസാലയും എല്ലാം കൂടി ചേർന്ന് നല്ലതുപോലെ മിക്സ് ആയിട്ട് വരണം. കടല വേവിച്ച ടൈമിൽ അല്പം ഉപ്പ് ചേർത്തിരുന്നു. അതുപോലെ തന്നെ സവാള വഴറ്റിയ ടൈമിലും അല്പം ഉപ്പ് ചേർത്തിരുന്നു. ഇനി നമ്മുടെ ഈ കടല റോസ്റ്റിന് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. കടലയിലെ വെള്ളമെല്ലാം വറ്റി മസാല കടലയിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. അതുവരെ നമുക്ക് ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. കണ്ടില്ലേ, ഇപ്പോൾ കടലയിൽ വെള്ളം എല്ലാം വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മസാലയെല്ലാം കടലയിൽ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമ്മളിത് വരട്ടിയെടുക്കണം. ഫൈനലി നമ്മൾ ഈ കടല റോസ്റ്റിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കടല റോസ്റ്റ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.
താങ്ക് യു. ബൈ.